മിശിഹായിലെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ, പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലെപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു പോസ്റ്റിന് കോടിക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടാവുന്ന ക്രിസ്ത്യാനോ തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെയാണ് തൻ്റെ പ്രൊഫൈൽ ചിത്രമായിട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വനിതാ വേൾഡ് കപ്പിൻ്റെ സമയത്ത് കൂട്ടുകാരുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന ഒരു ഇന്ത്യൻ കളിക്കാരിയാണ് ജമീമ റോദ്രിഗസ്. ഓസ്ട്രേലിയക്കെതിരെ ഐതിഹാസികമായ രീതിയിൽ 300 റൺസിലധികം ചേസ് ചെയ്ത് ഇന്ത്യ വിജയിച്ച മനോഹരമായ മത്സരമുണ്ട്. അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് ഈ ജമീമയാണ്. ഈ മത്സരത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട ആ കളിക്കാരി ഒത്തിരിയേറെ പേർക്ക് നന്ദി പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം അവൾ പറഞ്ഞത് ഈശോയ്ക്കാണ്. അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് തൻ്റെ കുടുംബത്തെ പറ്റിയാണ്. കുടുംബം നൽകുന്ന പ്രോത്സാഹനത്തിന് വലിയ നന്ദി അവർ പറയുകയുണ്ട്. ഇവിടെ കൂട്ടുകാരെ, കുടുംബം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ശക്തിയാണ്, വലിയ ധൈര്യമാണ്. ഈ പുതുവർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ കുടുംബത്തെ പറ്റി തന്നെ വിചിന്തനം ചെയ്തുകൊണ്ട് ആരംഭിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ കുടുംബം ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. അതൊരു തീർത്ഥാടനമാണ്. ജെറുസലേം ദേവാലയത്തിലേക്കാണ് ആ തീർത്ഥാടനം. അതിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ മാതാപിതാക്കൾ ഉത്കണ്ഠാകുലരായി എന്നാണ് പറയുക. 3 ദിവസത്തോളം അവർക്ക് വലിയ ടെൻഷനായിരുന്നു, അവർ വലിയ ആകുലരായിരുന്നു. എന്തായിരുന്നു കാരണം? ഈശോയെ അവർക്ക് നഷ്ടപ്പെട്ടു. ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ ഈശോയെ അവർക്ക് നഷ്ടപ്പെട്ടതാണ് അവരുടെ ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ട് മാറിയത്. പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മൾ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഈശോയെ ഇതുപോലെ നഷ്ടപ്പെട്ടാൽ ഇത്തരത്തിലൊരു ആകുലത എൻ്റെ മനസ്സിലുണ്ടാകും, ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിൽ നിറയും. ഒരു ദിവസം പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോയാൽ, ഒരു ദിവസം വചനം വായിക്കാൻ സാധിക്കാതെ പോയാൽ, ഒരു ദിവസം ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ഓർക്കാൻ സാധിക്കാതെ പോയാൽ എൻ്റെ മനസ്സിൽ ഇതുപോലത്തെ ഒരു ആകുലത നിറയുമോ? ഏതെങ്കിലും ഒരു അവധി ദിവസം വീട്ടിൽ നമ്മളിരിക്കുമ്പോൾ അന്നേ ദിവസം വൈഫൈ ഇത്തിരി ഡൗൺ ആണെങ്കിൽ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പുകൾ പ്രവർത്തനരഹിതമാണെങ്കിൽ, നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം അസ്വസ്ഥതയാണ് എൻ്റെ മനസ്സിൽ തോന്നുക, എന്തുമാത്രം ദേഷ്യമാണ് നമുക്ക് തോന്നുക. അതുപോലെ ഈശോയെ ഓർക്കാതെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ, ഈശോ നഷ്ടപ്പെട്ടൊരു ദിവസം ഉണ്ടാകുമ്പോൾ ഒരു ആകുലത, ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിൽ നിറയുമോ? എനിക്ക് തോന്നാറുണ്ട്. എന്തെങ്കിലും കുറവ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇന്ന ദിവസം നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. പ്രിയപ്പെട്ട കൂട്ടുകാർ, അതോടൊപ്പം തന്നെ ഈശോയുടെ കുടുംബം നേരിട്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നാം ഓരോരുത്തരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. മകൻ ചെയ്ത കാര്യവും അവൻ പറഞ്ഞ കാര്യവും അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല. നമ്മുടെ കുടുംബങ്ങളെ അങ്ങനെ സംഭവിക്കാറില്ല. പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, നമ്മുടെ പല അഭിപ്രായ പ്രകടനങ്ങളും, നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പറയുന്ന പല നല്ല മൂല്യങ്ങളും നമുക്കും അത്ര ഗ്രഹിക്കാൻ സാധിക്കാതെ വരാറുണ്ട്. ഈശോയുടെ കുടുംബത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ആ കുടുംബം എന്നിട്ടും തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ്? പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം കേൾക്കാനും പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു സ്പേസ് ആ കുടുംബത്തിലുണ്ടായിരുന്നു. ഈശോയാകട്ടെ തൻ്റെ കുടുംബത്തിലേക്ക് തിരികെ വന്ന് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ മാതാവുണ്ട്, യൗസപിതാവുണ്ട്. അത് നമ്മുടെ അമ്മയും അപ്പനുമാണ്. ഇനി കുറവ് ഈശോയുടെയാണ്. ആ ഈശോ നമ്മളാണ്. എൻ്റെ കുടുംബത്തിൽ ഈശോയുടെ സാന്നിധ്യമായിട്ട് പ്രവർത്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അവിടെ സ്നേഹം നിറയ്ക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് നമ്മളാണെന്നുള്ളൊരു ചിന്ത ഈ പുതിയ വർഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ നല്ല മനസ്സിൽ നിന്ന്, നിഷ്കളങ്കതയിൽ നിന്ന് വരുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച ഒരു പരസ്യമാണ്. അത് ഇറ്റാലിയൻ പോസ്റ്റിൻ്റെ ഒരു പരസ്യമാണ്. ക്രിസ്മസ് കാലഘട്ടത്തിൽ തൻ്റെ മുത്തച്ഛന് സമ്മാനം ഒരുക്കുന്ന ഒരു ആൺകുട്ടിയുടെ കഥയാണ് അതിൽ പറയുന്നത്. അവനൊരു പെട്ടി എടുക്കുന്നു. ആ പെട്ടിയിൽ
മുത്തച്ഛന് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ്, മുത്തച്ഛൻ്റെ ഷേവിങ് സെറ്റ്, മുത്തച്ഛൻ്റെ സോക്സ്, മുത്തച്ഛന് ഇഷ്ടപ്പെട്ട പത്രം ഇതെല്ലാം വാങ്ങിച്ചവൻ നിറയ്ക്കുന്നു. അവൻ പൊതിയുന്നു. അവൻ്റെ കാരണന്മാർ മാതാപിതാക്കളെ കൂട്ടി പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് അയക്കാനായിട്ട് കൊടുക്കുമ്പോൾ അപ്പോഴാണ് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥ ഈ അഡ്രസ്സ് വായിക്കുന്നത്. അഡ്രസ്സ് ഇങ്ങനെയാണ്: നൊണ്ണോ വിയ ന്യൂവോളോ അൽച്ചേരോ. മുത്തച്ഛൻ, മേഘങ്ങൾക്കിടയിലൂടെയുള്ള വഴി, സ്വർഗം. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ ആ കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കാനും മുത്തച്ഛനെ ഓർക്കാനും അവരുടെ ആ ക്രിസ്മസ് കാലഘട്ടത്തിൽ മുത്തച്ഛൻ്റെ ഓർമ്മയിൽ മുന്നോട്ട് പോകാനുമുള്ള ഒരു മുൻകൈയാണ് ആ പയ്യൻ്റെ കുഞ്ഞു മനസ്സിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ അവധി കാലഘട്ടത്തിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സഹോദരൻ്റെ മകനോടൊത്ത് കുറച്ച് നേരം സമയം ചെലവഴിക്കാനായിട്ടൊക്കെ സാധിച്ചു. അപ്പം അങ്ങനെ ഒരു ദിവസം രാത്രി പടങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരൻ്റെ മൂത്ത മകൻ അവനൊരു വലിയ സ്വപ്നം എന്നോട് പറഞ്ഞു. അവൻ വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നം അതിങ്ങനെയാണ്: വലിയൊരു കട്ടിൽ, ഒരു 8-10 പേർക്ക് കിടക്കാൻ പറ്റുന്ന കട്ടിൽ. അവൻ്റെ ആഗ്രഹം ഇതാണ്: ആ കട്ടിലായിരിക്കണം അവൻ, അവൻ്റെ കുഞ്ഞു പെങ്ങൾ, അവൻ്റെ മാതാപിതാക്കൾ, മുത്തച്ഛനും മുത്തച്ഛിയും, പിന്നെ ഞാനും എല്ലാവരും കിടക്കേണ്ടത് ആ കട്ടിലായിരിക്കണമെന്നാണ് ആ പയ്യൻ്റെ ആഗ്രഹം, ആ കുഞ്ഞ് മനസ്സിൻ്റെ ആഗ്രഹം. മാതാപിതാക്കളുടെ, മുതിർന്നവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ അത്ര പ്രായോഗികമല്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നും. പ്രിയമുള്ള കുട്ടികളെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഈ പുതിയ വർഷത്തിൽ എൻ്റെ കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കേണ്ടത്, എൻ്റെ കുടുംബത്തെ കുടുംബമാക്കി മാറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ, നല്ല മനസ്സിൽ നിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു നന്മ പ്രവർത്തികൾ കൊണ്ടായിരിക്കണം, കുഞ്ഞു കുഞ്ഞ് സ്നേഹപ്രവർത്തികൾ കൊണ്ടായിരിക്കണം എന്നൊരു ചിന്തയും ഈ ദിവസം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പുതുവർഷം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഇന്നേ ദിവസം ഓർക്കാം. നമ്മുടെ കുടുംബത്തിൽ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മൾ ഓരോരുത്തരും എന്ന വലിയ ഒരു തിരിച്ചറിവോടെ ഈ പുതിയ വർഷം നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.